അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. പ്രിയപ്പെട്ടവരെ, ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്. നാടിനെ പൊട്ടിക്കരയിപ്പിച്ച ആ ഒരു വാർത്ത, ആളുകൾ പറയാൻ ഭയന്ന വിഷയമാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം 8-ാം തീയതിയാണ് സഹദിയ എന്ന വിവാഹിതയായ 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ ഉമ്മ മരണപ്പെടുന്നത്. മരണപ്പെട്ടതല്ല, മരിച്ചതാ തൂങ്ങിയിട്ട്. ആ മോള് ജീവിച്ച് കൊതി തീർന്നിട്ടല്ല, ജീവിതത്തെ ഭയന്ന്, ജീവിക്കാനുള്ള പേടി കാരണം അവൾക്കിത് ചെയ്യേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ എന്ന് പറയുന്നത് പാപമാണ്, കടുത്ത ഹറാമും കൂടിയാണ്. അത് ചെയ്തവർക്കും അതിനെ പ്രേരണ ഉണ്ടാക്കുന്നവർക്കും പടച്ചറബിൽ നിന്നുള്ള ശിക്ഷ അതികഠിനമായിരിക്കും. പടച്ചറബ് കാരുണ്യവാനാണ്, പുറത്തു തരട്ടെ. അലനല്ലൂർ അയ്യപ്പങ്കാവ് സ്വദേശിനിയാണ് സഹദിയ എന്ന ഈ ഒരു പാവം സ്ത്രീ. തൻ്റെ വാടക വീട്ടിൽ കഴിഞ്ഞ ദിവസം 8-ാം തീയതി തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് റൂമിൽ കയറിയതാ. പിന്നെ കാണുന്നത് തൂങ്ങിയാടിയ നിലയിലാണ്. പടച്ചറബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നും എല്ലാവരെയും കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ആത്മഹത്യ എന്ന് പറയുന്നത് വല്ലാത്തൊരു മാനസിക അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ നമ്മളെ എത്തിപ്പിക്കുകയാണ്. അത് ചിലരുടെ പ്രേരണ മൂലം നമുക്കുണ്ടാകുന്നതാണ്. ആ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടാൽ പിന്നെ നമ്മുടെ മാനസിക നില തന്നെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. മാനസിക നില തെറ്റിയാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക എന്ന് നമുക്ക് തന്നെ മനസ്സിലാവില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ആളുകൾ മരണപ്പെട്ടാൽ ആളുകൾ പലതും പറഞ്ഞ് കുറ്റം പറയാറുണ്ട്. അരുത് പ്രിയപ്പെട്ടവരെ. മരണപ്പെട്ടവർ പടച്ചറബിലേക്കാണ് മടങ്ങിയത്. നമുക്കിനി അവർക്ക് ചെയ്യാനുള്ളത് അവർക്ക് മഅഫിറത്തിന് വേണ്ടി ചോദിക്കുക, അവർക്ക് വേണ്ടി മാപ്പിരക്കുക എന്നതാണ്. വെറുതെ അവരെ കൊണ്ട് കുറ്റം പറഞ്ഞ് അവരുടെ തെറ്റുകൂടി നമ്മൾ വാങ്ങിച്ചു കൂട്ടരുത്. എല്ലാവരും ദുആ ചെയ്യുക, പടച്ചറബ് ആ പൊന്നുമോൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. 2 ആഴ്ച മുന്നേ ആയിരുന്നു കണ്ണൂരിൽ നിന്നും ഇതുപോലൊരു മരണമുണ്ടായത്. ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് 7 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും തുടങ്ങിയിരുന്നു ഭർത്തൃപീഡനം. സഹദിയ മരിക്കാനുള്ള കാരണം പറയുന്നത് കുടുംബ പ്രശ്നം തന്നെ, ഭർത്താവുമായുള്ള പ്രശ്നം. 2.5 വർഷം മുമ്പാണ് ഇവരുടെ കല്യാണം കഴിയുന്നത്. സഹദിയ മരിക്കാനുള്ള കാരണം പറഞ്ഞത് സഹദിയുടെ ആങ്ങള തന്നെയാണ്. ആ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് ഞാൻ അവസാനം വെച്ച് തരാം. നമ്മളായിട്ട് പറയുന്നതല്ല, അവളുടെ ആങ്ങള തന്നെയാണ് ഇത് നമ്മളോട് പറയുന്നത്. ഇതുപോലുള്ള ആരോപണം ഉണ്ടാകണമെങ്കിൽ മരിക്കണം. മരിച്ചാലേ ഇതൊക്കെ പുറത്തു വരികയുള്ളൂ. അതുവരെ സഹിച്ചും പുറത്തും അങ്ങനെ കഴിഞ്ഞോളണം. എന്താണ് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എന്താണ് നമ്മൾ പഠിക്കാത്തത്? എന്തിനാണ് ഇത്രയേറെ സഹിക്കേണ്ട ആവശ്യം? കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ഓക്കെ, സഹിച്ചും പുറത്തും തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. പടച്ചറബിന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. ആരും ഇന്ന് ദാമ്പത്യ ജീവിതത്തിൽ 100% ക്ലിയർ അല്ല. എല്ലാവരുടെ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് ജീവിക്കുക. ഇത് അങ്ങനെയുള്ള പ്രശ്നമല്ലല്ലോ. ഒരു മനുഷ്യന്റെ മാനസിക നില തെറ്റിപ്പിക്കുന്ന പ്രശ്നങ്ങളാകുമ്പോൾ എന്തിൻ്റെ ആവശ്യം നമ്മൾ സഹിച്ചും പുറത്തും ഇങ്ങനെ ജീവിക്കേണ്ടത്? ആർക്ക് വേണ്ടി? ഇറങ്ങിപ്പോയേക്കണം. ഇപ്പോൾ കുടുംബം ആരോപണവുമായി വന്നിരിക്കുക. എൻ്റെ മോള് മരിക്കാനുള്ള കാരണം ഇതാണെന്ന്. ആ ഒരു വോയിസ് ക്ലിപ്പാണ് ഞാൻ നിങ്ങൾക്ക് വെച്ചു തരാമെന്ന് പറഞ്ഞത്. അതുവരെ ആ പാവം മോള് ഒരുങ്ങി കഴിയുകയായിരുന്നു അവിടെ. ഇതുപോലെ മരിച്ചതുകൊണ്ട് എന്താണ് കാര്യം? ദുനിയാവും പോയി, ആഹിറവും പോയി. പടച്ചറബ് പുറത്തു തരട്ടെ. പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. ഓരോ മനുഷ്യൻ്റെ മാനസിക അവസ്ഥയാണിത്. മാനസിക നില തെറ്റുമ്പോഴാണ് നമുക്ക് ഇതുപോലെയൊക്കെ തോന്നുന്നത്. ഇതൊരു വലിയ പാപമാണ്, കുറ്റമാണെന്നൊക്കെ അറിയാം. പക്ഷേ മാനസിക നില തെറ്റിയാൽ പിന്നെ എന്താണ് നമ്മൾ കാട്ടിക്കൂട്ടുക എന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, പടച്ചറബ് പുറത്തു കൊടുക്കട്ടെ. ആരും കൊതി കൊണ്ടായിരിക്കില്ലല്ലോ ഇതുപോലെ ചെയ്യുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടത് കൊണ്ടാവാം. ഇവരുടെ പ്രശ്നം തുടങ്ങുന്നത് ഇവിടെയാണ്. 7.5 പവൻ കൊടുത്താണ് ആ പാവപ്പെട്ട കുടുംബം സഹദിയെ ഇയാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. ഇയാളുടെ പേര് ജിംഷാദ് എന്നാണ്. ഇവർ തമ്മിൽ ഉണ്ടായത് സാമ്പത്തിക വിഷയമാണ്. ഇയാൾ തുടരെ ഇവളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കും അത്രേ. അതും ഇവളുടെ പേരിൽ കടമെടുത്തും ഇവളുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും കടമെടുത്തും EMI പൈസ കടമെടുക്കും അത്രേ. അങ്ങനെ ഒരുപാട് കടമായി. ഇയാൾ ചോദിക്കുമ്പോഴാണെങ്കിൽ ഇവളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു അത്രേ. ഇവളുടെ സ്വർണം മുഴുവൻ മുമ്പേ ഇയാൾ തീർത്തിരുന്നു. പിന്നെയാണ് ഈ പണമിടപാട് തുടങ്ങിയത്. പലരോടും കടം ചോദിച്ച് ഈ ഒരു യുവതിയെ വലിയൊരു കടക്കാരിയായി മാറ്റി. അതിനിടയിലാണ് ജിംഷാദിന് ചെറിയൊരു അസുഖം ബാധിച്ച് 1 മാസത്തോളം വീട്ടിൽ തന്നെ ആയത്. പിന്നെ ഇതിൻ്റെ പേരിലാണ് 2 പേരും തമ്മിൽ വലിയൊരു തർക്കമുണ്ടായത്. ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയത് പോലീസാണ് കേട്ടോ, ഞാനല്ല. പോലീസ് പറയുന്നത് സഹദിയ മരിക്കാനുള്ള കാരണം സാമ്പത്തിക സമ്മർദ്ദമാണ് ഈ ഒരു പെൺകുട്ടിയെ മരണത്തിലേക്ക് എത്തിച്ചതെന്ന്. അസുഖം ബാധിച്ച് ഇയാൾ വീട്ടിലായതോടെ ഈ തർക്കം രൂക്ഷമായി അവിടെ. പിന്നെ ആ പെൺകുട്ടിയുടെ മാനസിക നില തെറ്റാൻ വേറെന്തെങ്കിലും വേണോ? എന്നാൽ ഈ ഒരു സംഭവത്തിൽ
മറ്റൊരു വശവും സഹദിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. ഭർത്താവും ബന്ധുക്കളും നിരന്തരമായി പണം ആവശ്യപ്പെട്ട് സഹദിയെ മാനസികമായി ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു എന്ന്. എല്ലാം കൊണ്ടും ആ മോള് തകർന്നു പോയിട്ടുണ്ടാകും. നമ്മളൊക്കെ ഇതുപോലെ മരണപ്പെട്ടവരെ കുറ്റം പറയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ കണക്കിലെടുക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പോയി. നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ആത്മഹത്യ പുണ്യമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല, നമ്മൾ പഠിച്ചിട്ടുമില്ല. ഇത് ആ കുട്ടിക്കും അറിയാവുന്നതായിരിക്കും. ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടു പോകുന്നതാണ്. നമുക്കറിയില്ലേ, ഒരു ഉസ്താദാണ് ഇതുപോലെ ജീവനൊടുക്കിയത്. അയാൾക്ക് ഇത് അറിയായിട്ടാണോ? ആത്മഹത്യ പാപമാണെന്ന് നമ്മളെയൊക്കെ പഠിപ്പിച്ച ഒരു പണ്ഡിതനാണ് മാസങ്ങൾക്ക് മുമ്പ് ജീവനൊടുക്കിയത്. ഈ ഒരു കുടുംബത്തിന്റെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവർ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നത് പോലീസ് അന്വേഷിക്കുന്നുമുണ്ട്. അതിനുശേഷമേ ഈ ഒരു മരണത്തിന്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുള്ളൂ. സഹദിയ മരിക്കുമ്പോൾ മരിക്കാനുള്ള കാരണമൊന്നും അവളെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു. ഇത് കുടുംബത്തിന്റെ മാത്രം ആരോപണമായിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇതുപോലെ മരിച്ചിട്ട് എന്താണ് കാര്യം? അവനെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. 2-3 മാസം കൊണ്ട് അവന്റെ എല്ലാ കേസുകളും മാഞ്ഞു പോകും. നഷ്ടപ്പെട്ടത് നമ്മുടെ ജീവനാണ്, നമ്മുടെ ജീവിതമാണ്. കുറച്ചു കഴിഞ്ഞാൽ അവൻ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കും. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടന്നു വരുന്നത്. അവരുടെ മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷെ ആ പെൺകുട്ടിയുടെ മാനസിക നില അതിന് സമ്മതിച്ചിട്ടുണ്ടാവില്ല. എന്ത് ചെയ്യാം, പടച്ചറബിന്റെ കലാവായിരിക്കാം. അവിടെയുള്ള നാട്ടുകാരൊക്കെ സഹദിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നുള്ള പ്രാർത്ഥനയിലാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഇത്രയേറെ പീഡനങ്ങൾ അനുഭവിച്ചിട്ട് ആ കുട്ടി മരിച്ചതിന് ശേഷം ഇതുപോലത്തെ ആരോപണവുമായി വന്നിരിക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് ഇതുപോലുള്ള മിക്ക മരണത്തിലും ഉണ്ടായത്. ആ കണ്ണൂരിൽ നിന്നും മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ കാര്യം ഇത് തന്നെ. അവനെ ഇനിയും പിടിയിട്ടില്ല, അവൻ ഒളിവില. അതും കുറച്ചു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് മറക്കും. നമുക്ക് നമ്മുടെ മക്കൾ പോയി, അത്ര തന്നെ. വേറെ ആർക്കും ഇതിൽ നഷ്ടമില്ല. അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കാണുമ്പോൾ മാതാപിതാക്കളായ നമ്മൾ അത് ശരിക്കും ഒന്ന് അന്വേഷിച്ച് അവരുടെ ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് അത് തീർത്തു കൊടുക്കണം. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അത് പറഞ്ഞ് തീർക്കാൻ നോക്കുക. കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകും. തിരുത്താൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഒട്ടും താമസിപ്പിക്കാതെ അതങ്ങ് തീർത്തു കൊടുക്കുക. അതുമല്ല, പ്രശ്നം വഷളാകുമെന്ന് കണ്ടാൽ ന്യായമായി അങ്ങ് ഒഴിവായിക്കളയാ. ആ കുട്ടി ഇവിടെ ജീവിക്കട്ടെന്ന്. ഒരു കുടുംബത്തിന്റെ പ്രിയപ്പെട്ട മകളാണ് നഷ്ടമായത്. ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തി ഒരുത്തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തതാ ഇവർ ചെയ്ത തെറ്റ്. സഹദിയുടെ ആങ്ങള പറയുന്ന ആ ഒരു വാക്ക് വേദനയോടെയാണ് നമ്മൾ കേട്ടു നിന്നത്. നിങ്ങളതൊന്ന് കേട്ടു നോക്ക്. പെങ്ങളെ ആത്മഹത്യക്ക് കാരണം ഓന്റെ പേരിൽ നിരന്തര പീഡനങ്ങൾക്ക് ഇരയായിട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ട് ആകെ 2 വർഷമായിട്ടുള്ളൂ. ഓലിക്ക് കല്യാണം കഴിഞ്ഞേക്ക് 7 പവന്റെ സ്വർണം കൊടുത്തിരുന്നു. ഇതൊക്കെ വിറ്റ് തൊലച്ചു. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഓളെ സുഹൃത്തുക്കളെ പേരിലും ഫ്രണ്ട്സിന്റെ പേരിലും കുറെ EMIക്ക് ലോൺ എടുത്ത് കൊടുത്തിരുന്നു ഓനിക്ക്. ഇതൊന്നും ഓൻ തിരിച്ചടക്കാതെ ഓളെ മാനസികമായി ഓളെ പീഡിപ്പിച്ചിരുന്നു. പിന്നെ ഇത് ലാസ്റ്റ് പൈസ ഒന്നും കിട്ടാതായപ്പോ ഓളെ പൈസ ഇനി കിട്ടിയില്ലെങ്കിൽ തീർത്ത് കളയവരെ പറഞ്ഞിരുന്നു ഓന്. എന്റെ പെങ്ങളെ ആത്മഹത്യക്ക് ഇതൊക്കെയാണ് കാരണം. ഇതാണ് സഹദിയുടെ ആങ്ങള. ഇന്ന് ആളുകൾ വിഷമങ്ങളും പ്രയാസങ്ങളും തീർക്കുന്നത് മരണത്തിലൂടെയാണ്. ഇതുപോലെ ചെയ്യുന്നത് നമ്മുടെ പാവം പോലുള്ള മക്കളാണ്. പാവം പോലുള്ള ആളുകളാണ് ഇതുപോലെ ചെയ്യുക. അവരൊന്നിനും പ്രതികരിക്കില്ല. എന്ത് പറഞ്ഞാലും എന്ത് വഴക്ക് പറഞ്ഞാലും അനങ്ങാതെ മിണ്ടാതെ അങ്ങ് കേൾക്കും. പക്ഷെ എല്ലാം അങ്ങ് മനസ്സിൽ വെക്കും. അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏത് നിമിഷവും പലതും സംഭവിക്കും. അവർ നമ്മളോട് നേരിട്ട് തർക്കിക്കാത്ത കാര്യം അവരുടെ മനസ്സിൽ വെച്ച് അവര് പ്രതികാരം ചെയ്യുകയാണ് മരണത്തിലൂടെ. എന്നുവെച്ചാൽ അവർക്ക് പേടിയാണ്. നേരിട്ട് മുഖാമുഖം റിയാക്ട് ചെയ്യാൻ അവർക്ക് ഭയമാണ്. അപ്പോൾ നിങ്ങളെ തോൽപ്പിക്കാൻ അവർക്ക് ഇതേ ഒരു മാർഗമുള്ളൂ. എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി നിന്നോട് പരിഹാരം ചോദിക്കുക. അതാണ് പക. 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചാണ് ആ പാവം ഉമ്മ ഇത് ചെയ്തത്. ആ കുഞ്ഞിനെ ലാളിച്ച് കൊഞ്ചിച്ച് കൊതി തീർന്നിട്ടുണ്ടാവില്ല. ഈ പാപമൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി കളയും? പ്രിയപ്പെട്ടവരെ, സഹദിയ എന്ന ഈ ഒരു സഹോദരിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണേ. തെറ്റുപറ്റിപ്പോയതാണ് റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ. സഹദിയ എന്ന ഈ ഒരു സഹോദരി നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവർക്ക് നീ മഹ്ഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. തെറ്റുപറ്റിപ്പോയതാണ് റബ്ബേ, പുറത്തു കൊടുക്കണേ റബ്ബേ. ഇവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ ഉമ്മാന്റെയും ഉപ്പാന്റെയും മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള ആത്മഹത്യ പോലുള്ള മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ. ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ.
പടച്ച റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി നീ തോന്നിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, എല്ലാം നിനക്കറിയാലോ റബ്ബേ. ആ പൊന്നുമോളുടെ പാപങ്ങളൊക്കെ പുറത്ത് നീ ഖബർ വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ പൊന്നുമോളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക, ആരും മുഷിപ്പ് തോന്നരുത്. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.